ഹായ് ഗായ്സ്, ഇന്ത ആട്ടം പോതുമാ എന്താണെന്നല്ലേ? ഇന്നത്തെ ഉർവിൽ പട്ടേലിൻ്റെ ഇന്നിങ്സിനെ പറ്റിയാണ്. എന്ന ഒരു വണ്ടർഫുൾ ഇന്നിങ്സ് അല്ലേ? അദ്ദേഹം ഇന്ന് നിറഞ്ഞാടിയെന്ന് തന്നെ പറയാം. ആ ഒരു ഇന്നിങ്സാണ് ആക്ച്വലി ഇന്നൊരു ടേണിംഗ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത്. അതായത് അദ്ദേഹത്തിൻ്റെ 23 ബോളിൽ 65 റൺസ്, 8 സിക്സസ്. അദ്ദേഹം കയറിയ സമയത്ത് സിക്സോടെ സിക്സ്. അപ്പോൾ നമുക്ക് സിംഗിൾ കാണുമ്പോൾ നമ്മൾ അയ്യോ ഇതെന്താ സിംഗിൾ ഇടുന്നത് എന്നൊരു ചിന്ത പോലും നമുക്ക് തോന്നിപ്പോകും. അതുപോലത്തെ അട്ടിപ്പിച്ച് 3ഉം 4ഉം 5ഉം സിക്സ് അട്ടിപ്പിച്ച് അദ്ദേഹം ഒരു ടേണിംഗ് പോയിൻ്റ് ഇന്നിങ്സാണ് കളിച്ചത്. അതാണ് ഇന്നത്തെ മാച്ചിൽ LSG വേഴ്സസ് CSK ഒരു വഴിത്തിരിവായത്. അപ്പോൾ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ CSK വേഴ്സസ് LSGക്ക് ഇനിയും പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ നേടാനോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ CSK മുന്നോട്ട് പോകണമെങ്കിൽ LSGയുമായിട്ടും ജയിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെ LSGക്ക് വേണ്ടി ഇംഗ്ലീഷ് നല്ലൊരു ഇന്നിങ്സ്, 33 ബോൾസിൽ 85 റൺസ്, 6 സിക്സ് അടക്കം. പിന്നെ നല്ലൊരു തുടക്കം കൊടുത്തു. അതുപോലെ ഷഹബാസ് അഹമ്മദും ഒരു 43 റൺസോടെ നല്ലൊരു ഫിനിഷിംഗ് ടച്ചിലേക്ക് ഒരു 203 റൺസ് LSG എടുത്തു. അപ്പോൾ നമ്മൾ ഓർത്തും ഓക്കെ നല്ലൊരു പിച്ചാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ബോൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈവൻ പിന്നെ നമ്മുടെ സഞ്ജു സാംസൺ ഒരു വണ്ടർഫുൾ സ്റ്റാർട്ടിങ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ക്യാമിയോ എന്ന് ഇപ്പോൾ പറയാം. കാരണം അദ്ദേഹം ഒരു ബോൾ അതൊരു അത്രയ്ക്കും നല്ലൊരു ബോളൊന്നും പറയാൻ പറ്റത്തില്ല. അത് പക്ഷേ സ്ലൈഡറായിരുന്നു. അദ്ദേഹം അത് പുള്ളി ചെയ്യാന്നുള്ള രീതിയിൽ, പക്ഷേ ബോൾ വേണ്ടത്ര അങ്ങോട്ട് പൊങ്ങി വന്നില്ല. അപ്പോൾ ബൗൾഡ് ആവുകയായിരുന്നു. പിന്നെ വന്നതാണ് അബ്സല്യൂട്ട് സിനിമ എന്ന് പറയുന്നത് ഉർവിൽ പട്ടേൽ. സിക്സ് അതല്ലാതെ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിങ്സ് വണ്ടർഫുൾ. ഇങ്ങനെ ആയുഷ് മാത്രേ പോയപ്പോൾ നമ്മൾ ഓർത്തു ഇനി ആരാണ് ഇപ്പോൾ. അതാണ് ഉർവിൽ പട്ടേൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ കളികളിലൊക്കെ ഈ ഒരു ഇതിലാണ് പോയേക്കുന്നത്, ഒരു അറ്റാക്കിംഗ് ഇതിലേക്കാണ് പോയത്. പക്ഷേ ഈ ഒരു കളി സൂപ്പർ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഷോട്ട്സും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അദ്ദേഹം ഔട്ടായ പിന്നെ ഋതുരാജ് ഒരു 42 റൺസിൻ്റെ ഒരു ചെറിയൊരു നോർമൽ എന്താ പറയുക, ഒരു കൂടെ നിന്നൊരു ഇന്നിങ്സ് കളിച്ചെന്ന് നമുക്ക് പറയാം. അദ്ദേഹം അത്രയും കളിച്ചു, ഫോമിലായി വരുന്നുണ്ട്. പൂർണ്ണ ഫോമിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ പിന്നെ നമുക്ക് കാണാൻ പറ്റിയത് ബ്രെവിസ്, ശിവൻ ദുബൈ, പിന്നെ ഉള്ളവർ അവർ എനിക്ക് തോന്നുന്നു മിഡിൽ ഓർഡർ ഇച്ചിരൂടെയൊക്കെ ഒരു സപ്പോർട്ടീവ് ഒരു കാര്യങ്ങളിലേക്ക് വരണമെന്ന് തോന്നുന്നു. കാരണം കളി ഒരു ടൈറ്റിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് വരെ പോയിരുന്നു അല്ലേ? അപ്പോൾ നമ്മളോർത്തു എങ്ങനെയാണ് ലാസ്റ്റ് ഓവർ അദ്ദേഹം. പക്ഷേ എനിക്ക് അതിനകത്ത് ഒരു കാര്യം പറയാനുള്ള, പന്തിൻ്റെ ഒരു ഡിസിഷൻ മാർക്കം അത് പന്ത് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ഓഫ് സൈഡിലേക്ക് ബോൾ എറിയുക, ഓഫ് സൈഡ് പാക്ക് ചെയ്യുക, അവിടത്തേക്ക് ഷോട്ട് പോവുക, സിംഗിളിൽ പിടിക്കാം എന്നാണ്. പക്ഷേ കംപ്ലീറ്റ്ലി എന്താ പറയുക, മാർക്കം ഫസ്റ്റ് ഓവറാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ തീരുമാനം